Hi everyone, welcome back. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഗൂഗിൾ ടാഗ് മാനേജർ, ഗൂഗിൾ അനലിറ്റിക്സ്, മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി, ഹോട്ട്ജാർ, അങ്ങനെ കുറേ ടൂളുകൾ നമുക്ക് ഗൂഗിൾ ആഡ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടൂളുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗൂഗിൾ ആഡ്സിൽ നമുക്ക് ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്യാനും പല കാര്യങ്ങൾക്ക് നമുക്കിത് ഈ ഒരു റിപ്പോർട്ട് എടുക്കാനും ട്രാക്കിങ്ങിനും എന്തൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ യൂസേഴ്സ് വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ ടൂളുകളുണ്ട്. ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. ഇതൊരു ഫ്രീ ടൂളാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ലേൺ more about what is Google Tag Manager. Okay, so Google Tag Manager is a free tool that enables you to install, store and manage marketing tags without modifying website code. നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചാലും അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്താലും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ യൂസേഴ്സ് ഈ പറഞ്ഞ ഗൂഗിൾ പ്ലാറ്റ്ഫോം, ഗൂഗിളിലെ ഏതെങ്കിലും സെർച്ച് പാർട്ണറോ ഡിസ്പ്ലേ പാർട്ണറോ ഏതൊരു പ്ലാറ്റ്ഫോമിലോ വെബ്സൈറ്റ്സിലോ എവിടെയെങ്കിലും വന്നൊരു യൂസർ അല്ലെങ്കിൽ മെറ്റ പ്ലാറ്റ്ഫോം, ഏതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ശരിക്കും അഡ്വർടൈസ് ചെയ്യുന്നത് ഇവരുടെ പ്ലാറ്റ്ഫോംസിലായിരിക്കും അല്ലെ. ഇപ്പോൾ മെറ്റ ആഡ്സ് ആണെങ്കിൽ ഇവർ മെറ്റ ആഡ്സ് അഡ്വർടൈസ് ചെയ്യുന്നത് എവിടെയാണ്? മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിലാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗൂഗിളിലെ പ്ലാറ്റ്ഫോമിൽ അഡ്വർടൈസ് ചെയ്യുന്നത് കണ്ട് ക്ലിക്ക് ചെയ്ത് ഇവരെ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ലാൻഡിങ് പേജസിലോട്ടായിരിക്കും. അതായത് ഒരു ബ്രാൻഡിന്റെ ലാൻഡിങ് പേജസിലോട്ടാണ് ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇവർ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരവിടെ ആ ലാൻഡിങ് പേജിൽ എടുക്കുന്ന ആക്ഷൻസ് ആർക്ക് മനസ്സിലാവില്ല? ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ആഡ് സെർവ് ചെയ്ത പ്ലാറ്റ്ഫോംസിന് മനസ്സിലാവില്ല. സോ ദേ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. അതിനെയാണ് ഒരു പിക്സൽ കോഡ്സുകൾ അല്ലെങ്കിൽ ടാഗുകൾ, മാർക്കറ്റിംഗ് ടാഗ്സ് എന്ന് പറയും. ഈ മാർക്കറ്റിംഗ് ടാഗ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്നിപ്പെറ്റ്സ് ഓഫ് കോഡാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന്റെ ആക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കോഡ്. ഈ ഒരു കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു യൂസർ വന്നാൽ ഇവരുടെ മാർക്കറ്റിംഗ് ടാഗ്സ് ഈ യൂസറിന്റെ ഡേറ്റ കളക്ട് ചെയ്ത്, ഈ യൂസർ എന്തൊക്കെ ചെയ്തെന്നുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്ത് ആർക്ക് അയച്ചു കൊടുക്കും? ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് സെർവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിന് അയച്ചു കൊടുക്കും. ഓക്കെ, സോ ഹിയർ കംസ് ദി ചലഞ്ച്. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മെറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, ഗൂഗിളിലെ പ്ലാറ്റ്ഫോമിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലിങ്ക്ഡിനിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, ട്വിറ്ററിൽ അഡ്വർടൈസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അഡ്വർടൈസ് ചെയ്യുന്ന ഒരു ക്ലയന്റ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ ഇവർക്ക് ഓരോ അഡ്വർടൈസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനും എന്ത് വേണം? ട്രാക്കിംഗ് കോഡുകൾ വേണം അല്ലെ. ഇവരുടെ എല്ലാവരുടെയും ട്രാക്കിംഗ് കോഡ് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം? ഈ ഒരു ക്ലയന്റിന്റെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഈ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും കോഡുകൾ പ്ലേസ് ചെയ്ത് ഒരു വെബ്സൈറ്റിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ട്രാക്കിങ്ങിന് ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാഗ് മാനേജ്മെന്റ് ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ടാഗ് മാനേജർ ഈ മാർക്കറ്റിംഗ് ടാഗ്സിനെല്ലാം, ഈ മാർക്കറ്റിംഗ് ടാഗ്സ് അല്ലെങ്കിൽ പിക്സൽസ് വാട്ടെവർ, ഈ ടാഗ്സിനെല്ലാം ക്യാപ്സ്യൂൾ ആക്കി ഗൂഗിൾ ടാഗ് മാനേജറിന്റെ കോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ട്രാക്കിംഗ് എല്ലാം ഗൂഗിൾ ടാഗ് മാനേജറിന്റെ കോഡ് ത്രൂ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഡിപ്ലോയ് ആവും. സോ ഗൂഗിൾ ടാഗ് മാനേജർ allows you to install, manage and deploy marketing tags from within its software instead of in your website code. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ, അതായത് നമ്മുടെ ക്ലയന്റിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ആകെ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ കോഡ് ഇടുള്ളൂ. ബാക്കി കോഡുകളെല്ലാം ഗൂഗിൾ ടാഗ് മാനേജറിന്റെ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ ഇടും. മനസ്സിലായോ? അപ്പോൾ വൺസ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും ഇതെങ്ങനെയാണ് ആഡ് സെർവിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ ട്രാക്കിംഗ് കോഡുകൾ എങ്ങനെയാണ് വെബ്സൈറ്റിൽ ഇടാണ്ട്, വെബ്സൈറ്റിൽ ഇടാന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിലെ കോഡ്സിൽ ഇടാണ്ട് എങ്ങനെയാണ് ഇത് ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇടുന്നതെന്ന് നമുക്ക് കാണാം. ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിനു മുന്നേ ഗൂഗിൾ ടാഗ് മാനേജർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണം. ടാഗ് മാനേജർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ യൂസേഴ്സിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ ട്രാക്ക് ചെയ്യും. ഇതുപയോഗിച്ച്, ഈ ടാഗ് മാനേജർ ഉപയോഗിച്ച് നമുക്ക് ട്രാക്കിംഗ്
ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഈ പറഞ്ഞ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ട്രാക്കിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ പ്ലാറ്റ്ഫോംസിന്റെ ട്രാക്കിംഗ് ഉണ്ടാവും, ട്വിറ്റർ, ലിങ്ക്ഡിൻ അതിന്റെയൊക്കെ മാർക്കറ്റിംഗ് ടാഗുകൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമുക്ക് ലിങ്ക് ക്ലിക്സ്, ബട്ടൺ ക്ലിക്സ്, ഫോം സബ്മിഷൻ, കൺവേർഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്, ആഡ് ടു കാർട്ട്, അബാൻഡൻ കാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ഈ ടാഗ് മാനേജർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. Okay, so let's learn how it is going to work. So Google Tag Manager works by using a single JavaScript code snippet that you add to your site as a container for all the tags you want to manage. നമുക്ക് മാനേജ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ടാഗിന്റെ ഒരു സ്നിപ്പെറ്റ് Google Tag Manager ആഡ് ചെയ്യും. Okay, when a user triggers a tag, GTM retrieves it and injects it into your website code. Okay, അതായത് യൂസർ ഒരു പർട്ടിക്കുലർ ടാഗ് ട്രിഗർ ചെയ്യുമ്പോൾ ആ ടാഗ് റിട്രീവ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് കോഡിലോട്ട് ഈ ഒരു പർട്ടിക്കുലർ ടാഗ് ഇടും. അപ്പോൾ 3-4 ടാഗുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ ടാഗുകൾ ട്രിഗർ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ആരെടുക്കണം? യൂസർ എടുക്കണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആക്ഷൻ എടുത്താൽ മാത്രമേ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടാഗുകൾ ട്രിഗേർഡ് ആവുള്ളൂ. അങ്ങനെ ട്രിഗർ ആകുന്ന ടാഗുകളെ എന്ത് ചെയ്യും? ഗൂഗിൾ ടാഗ് മാനേജർ വെബ്സൈറ്റിന്റെ കോഡിലോട്ട് ഇൻജെക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ടാഗ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വിചാരിച്ചാൽ മതി. സിമ്പിൾ, വളരെ ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു ഷെല്ലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ. ഒരു ഷെൽ, ആ ഷെൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വോയിഡ് ആണെന്ന് നിങ്ങൾ ചുമ്മാ വിചാരിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഒരു ബോക്സ്, ഷെൽ അല്ല ഒരു ബോക്സ്. ആ ബോക്സ് ആണ് ഗൂഗിൾ ടാഗ് മാനേജറിന്റെ കോഡ്. ഓക്കെ, സോ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ഈ ബോക്സിന് ഒരു എബിലിറ്റി ഉണ്ട്. എന്ത് ആക്ഷൻ വെച്ചാണോ ഒരു പർട്ടിക്കുലർ ട്രിഗർ, ഒരു ടാഗ് ആക്ടിവേറ്റ് ആകേണ്ടത്, ആ ആക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗൂഗിൾ ടാഗ് മാനേജർ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലോട്ട് എന്ത് വയ്ക്കും? ഏത് ടാഗാണോ ട്രിഗർ ആയത് ആ ടാഗിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ ഏത് ടാഗായി? ഈ ആക്ടിവേറ്റ് ആയ, ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ടാഗായി ട്രിഗർ ആകുന്നത്. മനസ്സിലായോ? സോ ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ, ഈ കോംപ്ലക്സ് ഐഡിയ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ഹൗ ടു സെറ്റ് അപ്പ് എ ഗൂഗിൾ ടാഗ് മാനേജർ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. നമ്മൾ ഇതുവരെയും പഠിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്നാണ് അല്ലെ. സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹൗ ടു സെറ്റ് അപ്പ് എ ഗൂഗിൾ ടാഗ് മാനേജർ. ഗൂഗിൾ ടാഗ് മാനേജർ സെറ്റപ്പ് ചെയ്യുന്ന കാര്യം മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും എക്സിക്യൂട്ട് ചെയ്തോ വൺസ് 2 or 3 or 4 ടൈംസ് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടാഗ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇത് ബേസിക്കലി എന്താണെന്നൊക്കെ. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ ലെറ്റ്സ് ലേൺ അബൌട്ട് ഹൗ ടു സെറ്റ് അപ്പ് എ ഗൂഗിൾ ടാഗ് മാനേജർ അക്കൗണ്ട്.